ഹലോ, ഞാൻ സഫ. ഇന്നത്തെ വീഡിയോ ഞാനൊരു എക്സ്പ്ലനേഷൻ തന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേ ദിവസമായല്ലോ ഇപ്പോൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്, 2-3 ആഴ്ച എന്തുമായി. അതിന് കാരണം ഓഗസ്റ്റ് കുറച്ച് ബിസി മന്തായിരുന്നു. തുടക്കത്തിൽ എൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കൂടെ ഇതിനെല്ലാം ഞാൻ കണ്ടൻറ്റ് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി അതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷോർട്സ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളായിരുന്നു. എൻഗേജ്മെൻറ്റ് ലോങ് വീഡിയോ എന്താ ചെയ്യാത്തതെന്നൊക്കെ ഞാൻ കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രൈഡൽ ഷവർ പ്ലസ് കല്യാണത്തിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഓർഡറിൽ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമുക്ക് എൻഗേജ്മെൻറ്റ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ എൻഗേജ്മെൻറ്റ് സമയത്ത് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റിൻ്റെ മുന്നേ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ റൂമും എൻ്റെ ബാൽക്കണിയൊക്കെ എൻ്റയർലി ഡിഫറെൻറ്റ് കോളായിട്ടുണ്ട്. എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വീട്ടിലും കുറച്ച് പണികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊന്നും എനിക്ക് എൻ്റെ റൂമിലൊക്കെ നിറച്ച് ആൾക്കാരും പണിക്കാരും ഒക്കെ ആയിട്ട് എനിക്ക് ആ സമയത്തൊന്നും ഫിലിം ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ റൂമിൽ വന്ന ചേഞ്ചസും അതിൻ്റെ മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വീഡിയോസും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് കുറച്ച് സമയം സാവകാശം വേണം. എൻഗേജ്മെൻറ്റ് പ്രിപ്പറേഷൻസിൻ്റെ കാര്യത്തിൽ റൂം മാത്രമല്ല ഞാനും പലതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചിട്ടും കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കമ്മിങ് വീഡിയോസിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിൻലി ഫോക്കസസ് ഓൺ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഹെർ വെഡ്ഡിങ്. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് വേറൊരു കാര്യം കൂടി ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ എൻഗേജ്മെൻറ്റ് സമയത്ത് എങ്ങനെയാണ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ. അപ്പോൾ അതിൽ പെട്ടൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യാം. മെയിനായിട്ടുള്ള ഫേഷ്യൽ, മാനിക്യൂർ അങ്ങനത്തെയൊക്കെ ഞാൻ ഇവിടെ അടുത്തുള്ള തിരൂരെന്നുള്ള ഒരു സലൂണിൽ പോയിട്ടാണ് കേട്ടോ ചെയ്തത്. പക്ഷേ പോയി വന്നപ്പോൾ എനിക്ക് പെഡിക്യൂറോടെ ചെയ്താൽ മതിയായിരുന്നു എന്നിങ്ങനെ തോന്നിയിരുന്നു. അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഞാൻ ഒരുപാട് വർഷം മുന്നേ വാങ്ങിച്ച കുറച്ച് പെഡിക്യൂർ സോൾട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് വീട്ടിൽ തന്നെ ചെയ്തുകൂടാന്ന് അങ്ങനെ ചെയ്ത് നോക്കിയതാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പെഡിക്യൂർ സോൾട്ട്. കുറച്ച് വാം വാട്ടറിൽ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെഡിക്യൂറിൻ്റെ കൂടെ ഞാൻ ഈ ഒരു അഗാരോ കാലസ് റിമൂവർ കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഡെഡ് സ്കിന്നും അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാലസ് റിമൂവർ മെഷീനാണ് കേട്ടോ ഇതിന് 3 ഇൻ്റർചേഞ്ചബിൾ ഹെഡ്സ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ഒരു ഫൈൻ ഗ്രൈൻഡഡ് ഹെഡും മീഡിയം ഗ്രൈൻഡഡ് ഹെഡും പിന്നെ കോഴ്സ് ഗ്രൈൻഡഡ് ഹെഡുമാണ്. നമുക്കിത് മാറി മാറി യൂസ് ചെയ്യാം കേട്ടോ. കൂടാതെ ഒരു ക്ലീനിങ് ബ്രഷും ഒരു USB കേബിൾ ചാർജറും വരുന്നുണ്ട് കേട്ടോ. റീചാർജബിൾ ലിഥിയം അയോൺ ബാറ്ററി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് 45 മിനിറ്റ് ഒരു ഫുൾ ചാർജിൽ കോഡ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കാലസ് റിമൂവർ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു 10 മിനിറ്റ്സ് കുറച്ച് വാമായിട്ടുള്ള വെള്ളത്തിൽ കാല് ഫസ്റ്റ് സോക്ക് ചെയ്യണം കേട്ടോ. ഈ 3 റോളർ ഹെഡ്സും IPX7 വാട്ടർ പ്രൂഫാണ് കേട്ടോ. അതുകൊണ്ട് ബോത്ത് വെറ്റായിട്ടുള്ള അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഇത്രയധികം ഡ്രൈ സ്കിൻ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈൻ വൈറ്റ് പൊടിയായിട്ട് വരുന്നതൊക്കെ ഡെഡ് സെൽ സ്കിൻസൊക്കെയാണ്. അങ്ങനെ കാലിൽ ഫുൾ കാലസൊക്കെ റിമൂവ് ചെയ്തപ്പോഴേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാലസ് റിമൂവൽ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ റോളർ ഹെഡ് മാത്രം സെപ്പറേറ്റ്ലി മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും ഈസിയാണ്. പിന്നെ ഇങ്ങനെ ഒരു ട്രാവൽ പൗച്ച് കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോറേജും നല്ലതാണ്. അങ്ങനെ കാലസ് റിമൂവലൊക്കെ കഴിഞ്ഞ് കാലൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വലിയൊരു ഫ്രഷ് ഫീലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി നമുക്ക് ബ്രൈഡൽ ഷവർ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മൾ കോഴിക്കോടുള്ള സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലായിരുന്നു കേട്ടോ ബ്രൈഡൽ ഷവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രൈഡിനെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചതാണ്, ബട്ട് അതൊന്നും നടന്നില്ല. ആദ്യം നമ്മൾ കോഴിക്കോട് ട്രെയിനിൽ പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു ബെസ്റ്റീൻ്റെ ഹസ്ബൻഡ് ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി പിന്നെ കാറിലാക്കി. അപ്പോൾ അവർ കുറ്റിപ്പുറത്ത് അവർക്ക് അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി ബസ് കയറി കുറ്റിപ്പുറം പോയി. പിന്നെ അവിടുന്ന് കാറിൽ ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയം എത്തിയിട്ടുണ്ട്. സ്റ്റേഡിയം നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഈ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളായിരുന്നു. അപ്പോൾ എന്തായാലും വെരി പ്രെറ്റി പ്ലേസ് ആയിരുന്നു. അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു ഈവനിങ്ങിന് വേണ്ടി മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ.
കാരണം നമ്മളൊരു സൺഡേ ആണിത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മൺഡേ എല്ലാവർക്കും വർക്കും ഒക്കെ ആയിട്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈവനിങ് ഒരു 3 hours വേണ്ടി മാത്രമാണ് കേട്ടോ ബുക്ക് ചെയ്തത്. അപ്പോൾ 3 hours നമുക്ക് ചേഞ്ച് ചെയ്യാനൊരു റൂമും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പാക്കേജാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് വന്ന ഉടനെ തന്നെ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് പൂളിലൊക്കെ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. നൂബയാണ് കേട്ടോ ബ്രൈഡ്. അപ്പോൾ ബ്രൈഡിനോട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് വരണ്ട, എന്നിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സർപ്രൈസ്ഡായി വരുന്ന പോലെ വരാൻ പറഞ്ഞതാണിത്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം എന്നാൽ ഇനി ഒട്ടും സമയം കളയാണ്ട് നമുക്ക് പൂളിൽ ഇറങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സ്പെയർ ക്ലോത്ത്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ പ്ലാനിലുണ്ടായിരുന്നു നമുക്ക് പൂൾ വൈബുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകാമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ബാക്കി പരിപാടി ഇനി പൂളിൽ. നമ്മൾ ഡ്രസ്സൊക്കെ വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മളുടെ ബ്രൈഡിന് ഇപ്പോഴത്തെ അതേ ഡ്രസ്സിലായാലൊന്ന് ചാടാൻ ഒരാഗ്രഹം. പക്ഷെ ഒറ്റയ്ക്ക് ചാടാൻ പറഞ്ഞിട്ട് അതാൾക്ക് പേടിയുമാണ്. അപ്പോൾ അറിയാണ്ട് ബാക്കിൽ നിന്ന് ആരെങ്കിലും തള്ളി തന്നാൽ മതിയെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണിത്. എന്നിട്ട് പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് സ്നാക്സൊക്കെ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് നമ്മളും പൂളിലിറങ്ങാൻ പോയി. ആസ് യൂഷ്വൽ പൂളിൽ സ്വിമ്മിങ് ഒന്നും നടന്നിട്ടില്ല. ഞങ്ങൾ വെറുതെ ഇരുന്ന് സംസാരിക്കുകയും സ്നാക്കിങ്ങും ഒക്കെ ആയിരുന്നു മെയിൻ ഇവൻറ്റ്. അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അവിടെ ഒന്നാകെ ചെറിയ മഴയും ഒരു പൂളും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫ്യൂ hours പൂളിൽ തന്നെ ആയിരുന്നു. അപ്പോഴേക്ക് പിന്നെ എല്ലാവർക്കും തിരിച്ചു പോകാനുള്ള സമയമായി. ഇപ്പോൾ ഇങ്ങനെ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ എല്ലാവരും ഒത്ത് കൂടുന്നത്. കോളേജ് കഴിഞ്ഞ പിന്നെ എല്ലാവരും 4 ആൾ 4 വഴിക്ക് എന്നുള്ള പോലെയാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ആണ് എല്ലാവരെയും ഒന്ന് കാണാൻ കിട്ടുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഇനി കല്യാണത്തിന് കാണാമെന്നും പറഞ്ഞ് എല്ലാവർക്കും ബൈ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ തിരൂരുള്ള എല്ലാവരും ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. കുറച്ച് ദൂരം നിന്നുള്ളവരൊക്കെയാണ് കാണാൻ കിട്ടാൻ പണി. ഇപ്പോൾ എല്ലാവർക്കും ജോലിയും കൂടെ ആയപ്പോൾ ലീവൊക്കെ കിട്ടിയിട്ട് വേണം ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മൾ റിട്ടേൺ ട്രെയിനിലാണ് കേട്ടോ വന്നത്. അങ്ങനെ ബ്രൈഡൽ ഷവറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കല്യാണത്തിന് പോവാം. കല്യാണം 3 ദിവസത്തെ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനുള്ള പാക്കിങ്ങിലാണ് ഇപ്പോൾ.
അപ്പോൾ 3 പാർട്ടി വെയർ ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കാണിത്. ഞാൻ ഫുള്ളൊന്നും ഫിൽം ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ശരിക്കും നല്ലൊരു പ്രോപ്പർ വ്ളോഗ് പോലെ കല്യാണമൊക്കെ ഫിൽം ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. ബട്ട് എനിക്കതിനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫിൽം ചെയ്തതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് പാക്കിംഗ് സീൻസാണ്. എന്നിട്ട് ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് സാരിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ മൈലാഞ്ചി കല്യാണത്തിന് പോയത്. നമ്മളവിടെ എത്തിയപ്പോഴേക്ക് പുതിയ ഡ്രസ്സൊക്കെ മാറി നല്ലൊരു പുതിയ കോലത്തിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ആ പരിപാടി കഴിഞ്ഞു. പിന്നെ അന്ന് രാത്രി ബ്രൈഡിൻ്റെ കസിൻസ് ഒരു ബ്രൈഡൽ ഷവർ പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്തു. അതും ഒരു ചെറിയ സർപ്രൈസായിരുന്നു. അങ്ങനെ അതും സെലിബ്രേറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ റിയൽ വർക്ക് ഉണ്ടായിരുന്നത്. ബ്രൈഡിന് നാളെ ഇടാനുള്ള നെറ്റിൻ്റെ മുകളിൽ ഒന്നാകെ പ്ലെയിൻ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൽ കുറച്ച് കല്ലൊക്കെ ഒട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കല്ലൊട്ടിക്കാൻ നിന്നു. അത് രാവിലെ 5 മണിയായപ്പോഴാണ് കഴിഞ്ഞത്. പിന്നെ അടുത്ത ദിവസം നമ്മൾ ബ്രൈഡിന് മുടി വെട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയി ഒരു ബ്ലൗഡും അമ്മു ഹെയർ കട്ടൊക്കെ ചെയ്ത് വെറുതെ ഇംപ്രോംപ്റ്റു ആയിരുന്നു അത്. അന്ന് രാത്രി സംഗീത് നൈറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അന്നും കുറേ പാട്ടും ഡാൻസും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ കല്യാണത്തലേന്ന് സർപ്രൈസായിട്ട് പെണ്ണിൻ്റെ ചെക്കനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഒഫീഷ്യൽ നിക്കാഹ് ഡേയിൽ ബ്രൈഡിൻ്റെ ലുക്ക് കേട്ടോ. വെരി പ്രെറ്റി ആയിരുന്നു കാണാൻ. അന്ന് ഞാൻ വളരെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് നൂബാൻ്റെ കല്യാണം വിശേഷങ്ങൾ. കല്യാണത്തിന് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അന്ന് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. 3 ദിവസം വീട്ടിലല്ലാത്തതിൻ്റെ ഒക്കെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഫിൽം ചെയ്യാനൊന്നും അധികം നിന്നിട്ടില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ആ ഒരു മെമ്മറിക്ക് അവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തതാണ്. ഈ വ്ളോഗ് എടുക്കുമ്പോൾ മോറോവർ വ്ളോഗിന് വേണ്ടി എടുക്കുക എന്നുള്ളതിലുപരി എനിക്ക് കുറേ കാലം കഴിഞ്ഞാൽ കാണാമല്ലോ എന്നുള്ള ഒരു മോട്ടീവ് വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ മെമ്മറി ബുക്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.